ഒരുമയുടെ ഓണക്കാഴ്ചകളുമായി യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് UTV ഓണാഘോഷം. ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് അണിനിരുന്ന ആഘോഷം കൂട്ടായ്മയുടെയും സൗഹൃദത്തിന്റെയും ഓണ സന്ദേശമായി മാറി. നെന്മാറ അളുവശ്ശേരി ബത്ലഹേം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഓണാഘോഷത്തിന് വേദിയായത്. രാവിലെ തന്നെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ആഘോഷവേദിയിലെത്തി. പൂക്കളം ഒരുക്കലോടെയാണ് ഓണാഘോഷത്തിന് തുടക്കമായത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമായ പൂക്കളം ഒരുക്കലിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ആവേശത്തോടെ പങ്കാളികളായി. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങേറി. പരമ്പരാഗത വേഷവിധാനത്തിൽ അണിനിരുന്ന ജീവനക്കാരുടെ തിരുവാതിരക്കളി ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി. കേരളത്തിന്റെ തനത് ഓണക്കാഴ്ചകളെ ആധുനിക സ്ഥാപനത്തിന്റെ കൂട്ടായ്മയുമായി ചേർത്തിണക്കിയായിരുന്നു അവതരണം. പരിപാടിയിൽ കെ പ്രേമൻ MLA പങ്കെടുത്തു. ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ നേർന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിച്ച അദ്ദേഹം ഓണം നൽകുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെയെന്നും ആശംസിച്ചു. കള്ളക്കർക്കിടക മാസം കഴിഞ്ഞ് പൊന്നിൻചിങ്ങ മാസത്തിന്റെ പൊൻപുലരികൾ പിറക്കുന്ന ഈ പൊന്നോണ പുലരികളിൽ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഹൃദയംഗമായ ഓണാശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മണികണ്ഠൻ പറഞ്ഞ പോലെ അടുത്ത ഓണം വരുമ്പോഴേക്കും ഇന്നുള്ളതിന്റെ ഇരട്ടിയിലധികം സ്ഥാപന ജംഗമങ്ങളും അതുപോലെ തന്നെ സ്റ്റാഫുകളുമുള്ള ഒരു വലിയ ബൃഹത്തായ സ്ഥാപനമായി UTV മാറട്ടെ എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. MLAയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും അദ്ദേഹത്തിന് ഓണക്കോടി കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ UBPL MD V മണികണ്ഠൻ ഓണസന്ദേശം നൽകി. ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഇത്തരം അവസരങ്ങൾ സ്ഥാപനത്തിലെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് സാങ്കേതിക മികവിനൊപ്പം ജീവനക്കാരുടെ പരസ്പര സഹകരണവും കുടുംബങ്ങളുടെ പിന്തുണയും നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 44ഓളം സ്റ്റാഫുകളും 20ഓളം പാർട്ട് ടൈം സ്റ്റാഫുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഓണം ആഘോഷിക്കാൻ പ്രേമായിട്ട് വിളിക്കുമ്പോൾ 100 സ്റ്റാഫെങ്കിലും ഉള്ള ഒരു വലിയൊരു സംവിധാനമാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ ഈ സ്റ്റാഫുകൾ തന്നെയാണ്. സ്റ്റാഫ് എന്നല്ല ഞങ്ങൾ കണക്കാക്കുന്നത്, ഞങ്ങളുടെ കുടുംബം തന്നെയാണ് അതിന് പിന്തുണ അർപ്പിക്കുന്നത്. പൂർണ്ണ പിന്തുണ അർപ്പിക്കുമെന്നും അടുത്ത ഓണത്തിന് നമ്മളുടെ MLA നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ 100ഓളം സ്റ്റാഫുകളുടെ ഒരു വലിയ ഓണാഘോഷമായിട്ടായിരിക്കും വരികയെന്ന് ഉറപ്പു നൽകുന്നു. ചെയർമാനും COA ജില്ലാ പ്രസിഡന്റുമായ MG രാജശേഖരൻ നായർ ഓണാശംസകൾ നേർന്നു. 26 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമായി തീരട്ടെ. ഇനിയുമുള്ള മുൻകാലത്ത് ഇതിനേക്കാളും ഡെവലപ്പ് ആവാനും ഇതുമാതിരി ഒരു ഹോള് ഫുള്ളായിട്ട് നിറയ്ക്കാനും അത്ര സ്റ്റാഫുകളും അത്ര ആൾക്കാരും എല്ലാം ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. അവരെല്ലാം മുന്നോട്ട് വരട്ടെ, അവരുടെ ഫാമിലികളെല്ലാം മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. COA ജില്ലാ സെക്രട്ടറി H സിദ്ദീഖും ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ നേർന്നു. അടുത്ത വർഷം എന്തായാലും സ്വന്തം ബിൽഡിങ്ങിൽ ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രയത്നമാണ് തീർച്ചയായും ഞങ്ങളുടെ വിജയം. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മൾ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന രീതിയിലല്ല നമ്മൾ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് നമ്മൾ പെരുമാറുന്നത്. നിങ്ങൾ സ്റ്റാഫുകളുടെ കോൺട്രിബ്യൂഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ UBPL ഇത്ര വലിയ സക്സസ്സിന് കാരണം. 3 വർഷം കൊണ്ട് സ്വന്തം ബിൽഡിങ്ങിലേക്ക് പോകാൻ കഴിഞ്ഞത് സ്റ്റാഫുകളുടെ കോൺട്രിബ്യൂഷനാണ്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കേരള വിഷൻ UBPL UTV അധികൃതർ ആഘോഷത്തിൽ സജീവമായി പങ്കെടുത്തു.
സ്കൂൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജീവനക്കാർക്ക് ഓണക്കോടി വിതരണവും ഉണ്ടായിരുന്നു. ഔപചാരിക ചടങ്ങുകൾക്കപ്പുറം ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്നുള്ള കലാവിനോദ പരിപാടികൾ ആഘോഷത്തിന് കൂടുതൽ ആവേശം പകർന്നു. പാട്ടും നൃത്തവും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ അരങ്ങേറി. ജീവനക്കാരുടെ കഴിവുകൾ വേദിയിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളും നിറഞ്ഞ കയ്യടികളോടെ പിന്തുണ നൽകി. സ്റ്റാഫ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രായഭേദമന്യേ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന വടംവലി മത്സരത്തിൽ ആവേശം ഇരട്ടിയായി. ടീമുകളായി തിരിഞ്ഞ് ജീവനക്കാരും കുടുംബാംഗങ്ങളും മത്സരിച്ചതോടെ ആഘോഷവേദി ആവേശത്തിലായി. ചിരിയും കളിയും സൗഹൃദ മത്സരവും നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാവരും ആഘോഷമാക്കി. കസേരകളിയും ആഘോഷത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമായി. പ്രായഭേദമന്യേ എല്ലാവരും മത്സരങ്ങളിൽ പങ്കാളികളായതോടെ ഓണാഘോഷം ഒരു കുടുംബ സംഗമത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറി. കളിയും കലാപരിപാടികളും ആവേശം നിറച്ചതിനു പിന്നാലെ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചതോടെ ആഘോഷത്തിന് കൂടുതൽ പൂർണ്ണത കൈവന്നു. ഓണത്തിന്റെ യഥാർത്ഥ സവിശേഷതയായ പങ്കുവയ്ക്കലും ഒരുമയും സദ്യയിലും പ്രതിഫലിച്ചു. ബ്രോഡ്ബാൻഡ് സേവനവും മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയവും തിരക്കിലായിരിക്കുന്ന UBPL UTV കുടുംബത്തിന് ജോലിയുടെ പരിധികൾക്കപ്പുറം പരസ്പരം അടുത്തറിയാനും സന്തോഷങ്ങൾ പങ്കിടാനും ലഭിച്ച അവസരമായി ഇത്തവണത്തെ ഓണാഘോഷം. ജീവനക്കാരുടെ കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായതോടെ ഇത് ഒരു സ്ഥാപനത്തിന്റെ ആഘോഷം മാത്രമല്ല, വലിയൊരു കുടുംബത്തിന്റെ ഒത്തുചേരലായി മാറി. ബ്രോഡ്ബാൻഡ് സേവനവും വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന UBPL UTV കുടുംബം ഇത്തവണ സ്വന്തം ഓണക്കാഴ്ചകൾ പങ്കുവച്ചത് ഒരുമയുടെയും സൗഹൃദത്തിന്റെയും നിറങ്ങളിലായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.